ഹലോ ഗൈസ്, നാളെ ന്യൂ ഇയർ ഒക്കെ അല്ലേ? അപ്പോൾ ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയാലോ? ഈ കാർഡ് ഞാൻ 2023 ഏകദേശം ഒരു 9 പഠിക്കുമ്പോൾ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് പുതിയൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വായോ, ഒരു A4 എടുത്തിട്ട് അതിനെ നടുമടക്കി കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന മെഷർമെൻറ്റ്സിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മൊത്തം പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക, അല്ലെ പിന്നെയും ഉണ്ടാക്കേണ്ടി. എൻ്റെ രണ്ടാമത്തെ ഉണ്ടാക്കലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തൊക്കെ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെട്ടി കഴിഞ്ഞിട്ടുള്ള ഈ മടക്കലാണ് ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടി. പക്ഷേ പ്രശ്നമല്ല, ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് ലെയർ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ലെയർ 2 സെൻറ്റിമീറ്റർ വീതിയിലും 3 സെൻറ്റിമീറ്റർ നീളത്തിലും വരച്ചു കൊടുക്കുക. മനസ്സിലാവാത്തവരൊന്ന് റീഅഡ്ജ് ചെയ്ത് നോക്കുക, മനസ്സിലാവും. എന്നിട്ട് വരച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ പോലെ ഈ ലെയർ ഉള്ളോട്ട് മടങ്ങി കൊടുക്കുക. ചേട്ടാ ക്യൂസ് വീഡിയോ എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് അടുത്ത സെറ്റ് ആക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും സക്സസ്ഫുള്ളി ഫിനിഷ്ഡ്. ഇനി തേർഡ് ലെയറിന് അപ്പുറത്തെ സൈഡിലേക്ക് തിരിക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ വീതിയിലും 3 സെൻറ്റിമീറ്റർ നീളത്തിലും കൂടി വരച്ചെടുക്കുക. എന്നിട്ട് സ്കെയിൽ ആ കോളത്തിന്റെ നടുവിൽ വെച്ചിട്ട് 2, 3, 5, 6, 8, 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് വരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 0 പോയിന്റ് ആ വരയിൽ തട്ടിയിട്ട് വേണം 2, 3, 5 മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ആ വരച്ച ലൈനിൽ കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്നിട്ട് ഇതിൽ എല്ലാ വലിയ കള്ളിയും ഉള്ളോട്ട് തള്ളി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്ത് തിരിച്ച് മടക്കിയെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ മെയിൻ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതേപോലത്തെ ക്രാഫ്റ്റിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത് നോക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് എഴുതാൻ മറക്കരുത്. ഞാൻ എഴുതിയപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പെൻസിൽ കൊണ്ടൊക്കെ വരച്ച് നോക്കി ചെയ്യുക. ഇനി ഈ A4 മേലും താഴെ 1 സെൻറ്റിമീറ്റർ വീട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാ വെച്ചാൽ കാണിച്ചുതരാം. ഈ ഉണ്ടാക്കിയ സാധനം ഒരു ചോപ്പ് A4 മേലെ ഒട്ടിക്കണം. ഇപ്പോൾ നേരത്തെ തന്നെ 1 സെൻറ്റിമീറ്റർ കളഞ്ഞ വെച്ചില്ലേ, ഇതിൽ മേലെയും താഴെ 1 സെൻറ്റിമീറ്റർ ചോപ്പ് കളറിൽ കാണാൻ പറ്റുന്നില്ലേ? അതിനാണ് ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് ബുദ്ധി. എന്നിട്ട് സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനെടുത്ത് ആ റെഡ് A4 തീരെ കട്ടിയില്ലടാ, അതുകൊണ്ട് വേറൊരു വൈറ്റ് A4 അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് വിഷറി പോലത്തെ ഒരു സാധനമാണ്. അതിനായി ഒരു A4 പകുതി എടുക്കുക. ഒരു റെഡ് A4 പീസ് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആക്കി മടക്കി കൊടുക്കുക. അങ്ങനെ ആക്കിയാൽ ഇതേപോലത്തെ ഒരു ഷീറ്റിൻ്റെ രൂപത്തിലൊക്കെ കിട്ടും. അത് എന്നിട്ട് നമ്മൾ നടു ഫോൾഡ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറയാം. എന്നിട്ട് ഈ വിഷറി 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അടിച്ച് പരുത്തി ഉണങ്ങുന്ന വരെ കാത്തുക. ഇനി നമുക്ക് ഇത്തിരി ഡെക്കറേഷൻ പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ. അതിന് ഇത്തിരി ലവ് ചിഹ്നൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി പുറത്തത്തെ കവറിലൂടെ ഇത്തിരി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ വെറുതെ സിമ്പിളായിട്ടാണ് ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത്തിരി കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് റെഡ് A4 ബാക്കി പീസ് വന്നൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.